ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഒന്നും ആയിട്ടല്ല, ഒരു ഫുഡ് ഐറ്റം ആയിട്ടാണ്. നമ്മളെല്ലാവരും കഴിച്ചിട്ടുണ്ട് ഫ്രഞ്ച് ഫ്രൈസ്. അപ്പോൾ ഞാനതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി. സക്സസ് ആയപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഒട്ടും താമസിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസിന് ആവശ്യത്തിനുള്ള ഉരുളൻകിഴങ്ങ് എടുക്കുക. ഞാനിവിടെ ഒരു വലിയ ഉരുളൻകിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ തൊലി ചെത്തി കളയണം. നീളത്തിലുള്ള ഉരുളൻകിഴങ്ങ് എടുക്കുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. കാരണം ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് നീളത്തിലല്ലേ കിട്ടേണ്ടത്. അപ്പോൾ ചെറുതെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെ ഓരോ ഭാഗത്തെയും തൊലി കളഞ്ഞതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമുക്കറിയാം, ഒരു ക്യൂബോയിഡൽ ഷേപ്പ് അതല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഫേസ് വരുന്ന രീതിയിലാണ് ഫ്രഞ്ച് ഫ്രൈസ് ഇരിക്കുക. അപ്പോൾ അതനുസരിച്ച് കട്ട് ചെയ്യുക. കുറച്ച് പീസുകളൊക്കെ പോകും അതിൻ്റെ ഒരു സൈസ് വരാൻ വേണ്ടിയിട്ട്, കറക്റ്റ് സൈസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ അതുകൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അത് ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, വലിയ വിഷയം വരുന്നില്ല. വേവ് കുഴപ്പമില്ല. അരിഞ്ഞ പീസുകൾ നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുക. വെള്ളത്തിലിട്ട് വച്ചില്ലെങ്കിൽ അത് കറുത്തു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക. ഇനി ഇത് നമുക്ക് ഹാഫ് കുക്ക് ചെയ്തെടുക്കണം. ഹാഫ് കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ് ഇടാം. ഇതൊന്ന് തിള വരുന്ന ടൈമിൽ, സ്റ്റാർട്ടിങ് ടൈമിൽ ഓഫ് ചെയ്യണം കേട്ടോ, അതല്ലെങ്കിൽ വെന്തു പോകും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഉരുളൻകിഴങ്ങ് ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് ആണ്, തിള വന്നുള്ളൂ. ഞാൻ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇത് വെള്ളം കളഞ്ഞ് പകർത്തി വയ്ക്കാം. ഇപ്പോൾ ഈ പകർത്തി വെച്ചിരിക്കുന്ന കിഴങ്ങ് പീസസ് നമുക്കൊന്ന് ഡ്രൈ ആവണം കേട്ടോ. ചൂടൊക്കെ ഒന്ന് ആറി ഒന്ന് ഡ്രൈ ആയിട്ട് വേണം ഇനി ഉപയോഗിക്കാൻ. ഇനി കുറച്ച് കോൺഫ്ലോർ ഞാൻ എടുക്കുന്നുണ്ട്, നമ്മുടെ ഉരുളൻകിഴങ്ങൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ആ കോൺഫ്ലോറിലേക്ക് നമ്മുടെ പൊട്ടറ്റോ പീസസ് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിങ്ങനെ ചെയ്യുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് നല്ല മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് നമ്മുടെ പാന് വയ്ക്കുക. പാനിലോട്ട് എണ്ണ ഒഴിക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മുടെ പൊട്ടറ്റോ പീസസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇത് ഡീപ്പ് ഫ്രൈ ആയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, കാരണം ഇത് ഓൾറെഡി ഹാഫ് കുക്ക്ഡ് ആണ്. അപ്പോൾ നമുക്ക് ഡീപ്പ് ഫ്രൈ ആകണം എന്നില്ല. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, എല്ലാ ഭാഗത്തും എണ്ണയൊന്നും ആകാൻ വേണ്ടിയിട്ട്. പതുക്കെ ഒന്ന് മിക്സ് ചെയ്യുക, കാരണം അത് വിട്ട് പോകാതെ ഓൾറെഡി കുറച്ച് കുക്ക് ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ചിലപ്പം നമ്മൾ ബലത്തിൽ ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ വിട്ടുപോകും. മുറിഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇനി ഇത് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഇളക്കി കൊടുക്കുക. നോക്കുക, ഇതൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിതെടുക്കാം. അങ്ങനെ നമ്മുടെ ഏകദേശം ഫൈനൽ സ്റ്റേജ് എത്തി. ഇങ്ങനെ ബ്രൗൺ കളറായിട്ടുള്ള എല്ലാ പൊട്ടറ്റോ പീസസും എടുത്ത് നമുക്ക് ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റാം. അപ്പോൾ ആ ഓയിലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഫ്രഞ്ച് ഫ്രൈസ് റെഡിയായി. ഇത് സോസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.